ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ +1 ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അതിനകത്ത് നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. പക്ഷേ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഒട്ടേറെ കൺഫ്യൂഷൻസ് ആണ് പല മക്കളുടെയും മനസ്സിലുള്ളത്. നിരവധി പേരാണ് എന്നോട് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനുള്ള ഒരു വീഡിയോ ആണിത്. ഒന്നാമത്തെ കാര്യം, സാർ, എനിക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലും ഇതേപോലെ തന്നെ ആയിരിക്കുമോ, അതോ ഇനി മാറ്റങ്ങൾ സംഭവിക്കുമോ? ഞാൻ പ്രതീക്ഷിക്കുന്ന സ്കൂളിൽ എനിക്ക് അവിടെ സീറ്റ് കിട്ടുമോ എന്നാണ് പല മക്കളും ചോദിക്കുന്ന കാര്യം. അതിനുള്ള ഉത്തരം നമുക്ക് നേരിട്ട് കിട്ടുമെന്നോ ഇല്ല എന്നോ ഞാൻ പറയുന്നില്ല. കാരണം ആ സ്കൂളിലുള്ള നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടുന്നതും ഇല്ലാത്തതും തീർച്ചയായും നിർണ്ണയിക്കപ്പെടുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു റീസെൻ്റ് ആയിട്ട് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത ഒരു കുട്ടിയുടെ ഡാറ്റയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ കുട്ടി ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുത്ത സ്കൂൾ കാണാൻ പറ്റുന്നുണ്ട്. ആ സ്കൂളിലുള്ള കുട്ടിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 328 ആണ്. പക്ഷേ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ആവശ്യമുള്ള റാങ്ക് എത്രയാണ്? 45 ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായി കുട്ടിയുടെ റാങ്കിന് അടുത്ത് തന്നെ ഇപ്പോൾ അവിടെ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ റാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 45 ആണ്. സോ ആ സ്കൂളിൽ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡിലും ഈ പറയുന്ന വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. ഇനി സെക്കൻഡ് പ്രയോറിറ്റിയിൽ കൊടുത്ത സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കേടാ മക്കളെ. അതായത് അവിടെയുള്ള കുട്ടിയുടെ റാങ്ക് 516 ആണ്. പക്ഷെ അവിടെ അഡ്മിഷൻ ഇപ്പോൾ ലഭിച്ച കുട്ടികളുടെ റാങ്ക് എത്രയാണ്? ലാസ്റ്റ് 70 ആണ്. സോ അവിടെ ഇനി ആ പറയുന്ന ബാച്ചിൽ, ആ പറയുന്ന ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അതേ സ്കൂളിൽ എനിക്കിനി സെക്കൻഡിലും തേർഡിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല. സോ അങ്ങനെയുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ അലോട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും സ്കൂൾ പ്രയോറിറ്റി ലിസ്റ്റ് മാറ്റുക. ഏറ്റവും സാധ്യതയേറിയ സ്കൂളുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എല്ലാവരും കൊടുക്കുക. പിന്നെ ഈ ട്രയൽ അലോട്ട്മെന്റിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊരു സാധ്യതാ പട്ടിക മാത്രമാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എവിടെയൊക്കെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണിത്. ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അതായത് സാധ്യത ഇല്ലാത്ത സ്കൂളുകളിൽ നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാര്യമില്ല. സോ ബെറ്റർ ആയ ഓപ്ഷൻസിലോട്ട് നിങ്ങൾ എല്ലാവരും മാറേണ്ടത് അനിവാര്യതയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല മക്കളും വിചാരിക്കുന്നത്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും പ്രീമിയം ആയ ഒരു സ്കൂളെന്ന് വിചാരിക്കുക. സാർ, എനിക്ക് അവിടെ തന്നെ സയൻസിന് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് സാധിക്കണം എന്നില്ല. ബിക്കോസ് ആ സ്കൂളിൽ ഒരു 60 ബയോളജി സയൻസിന്റെ സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ നാട്ടിൽ തന്നെ ഒരു 30ഓളം ഫുൾ A+കാർ അതിനുവേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് ഓറിയന്റഡ് ആയ കൺസിഡറേഷൻസ് അവിടെ ഉണ്ടാവും. കുറെ സ്കൗട്ട്, ഗൈഡ്സ്, റെഡ് ക്രോസ് തുടങ്ങിയ ക്ലബ്ബുകളുടെ കൺസിഡറേഷൻസ് ഉണ്ടാവും. അങ്ങനെ കുറെ കോട്ടാസ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മക്കൾക്ക് അവിടെ പെർമിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ സീറ്റ് കിട്ടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിലും നിങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് മാറണം. സയൻസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ എല്ലാവരും സയൻസ് എടുക്കുക. സ്കൂളുകൾക്കുപരിയായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെ നിങ്ങൾ പോവുക. ഇപ്പൊ സയൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ പറയുന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ സയൻസ് കിട്ടുന്നത് ആ സ്കൂളിൽ പോയി ധൈര്യത്തിൽ പഠിച്ചോടാ മക്കളെ. ഒരു ടെൻഷനും വേണ്ട. +1ലും +2ലും ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ടെൻഷനും വേണ്ട. സൈലത്തിലുള്ള മുഴുവൻ അധ്യാപകരും, സൈലം ടീം മുഴുവനും അതിന് റെഡിയായി കഴിഞ്ഞു. സയൻസ് എടുത്ത് ഇങ്ങോട്ട് കയറി വാടാ മക്കളെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറെ ഒരു ടെൻഷനും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിനെ സംബന്ധിച്ച് വേണ്ട. മറ്റൊരു കാര്യം പറയാനുള്ളത്, സാർ, എനിക്ക് ആ സ്കൂളിൽ കിട്ടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ചെറിയൊരു റാങ്കിലുള്ള വ്യത്യാസങ്ങളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വെയിറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് എല്ലാം കാത്തിരിപ്പുണ്ട്. ഹോൾഡ് ചെയ്യാം മക്കളെ. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സീറ്റ് കിട്ടും. ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. കോൺഫിഡന്റ് ആയിരിക്കുക. ഗംഭീരമായിട്ട് എല്ലാവരും തയ്യാറെടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് +1 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതാരും തന്നെ മറന്നു പോരുത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് വീതമെങ്കിലും മുഴുവനായിട്ടും പഠിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും സ്കൂളിലോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. സോ ഇനിയും നമ്മുടെ ബാച്ചിനകത്ത് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് എല്ലാവരും അഡ്മിഷൻ ഉറപ്പാക്കുക. 9954008080 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും നിങ്ങൾ മറന്നു പോരുത്. ഷാറാക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.